സംസ്ഥാനത്ത് 2 ദിവസം കൂടി അതിതീവ്ര മഴ ലഭിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തുടർച്ചയായി ഒരേ മേഖലയിൽ കൂടുതൽ മഴ ലഭിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും മന്ത്രി. അപകട സാധ്യത കൂടുതലുള്ള ജില്ലകളിൽ രക്ഷാപ്രവർത്തന ഉപകരണങ്ങൾ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നും റവന്യൂ മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് 2 ദിവസം കൂടി അതിതീവ്രമായ മഴ ലഭിക്കുമെന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി നൽകുന്ന മുന്നറിയിപ്പ്. തുടർച്ചയായി ഒരേ മേഖലകളിൽ അതിശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ 29-ാം തീയതി വരെ നല്ല മഴ കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പൊതുവിലുള്ളത്. 28-ാം തീയതി വൈകുന്നേരമോ 29 രാവിലെ വരെയോ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നല്ല തീവ്രമായിട്ടുള്ള മഴയാണ് പൊതുവിൽ പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. 3-ാം തീയതി മുതൽ 10-ാം തീയതി വരെ സാധാരണ വിധത്തിൽ മോഡറേറ്റ് റെയിൻ കാലവർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള മോഡറേറ്റ് റെയിനും 10-ാം തീയതി കഴിഞ്ഞാൽ കുറച്ച് തീവ്രമായിട്ടുള്ള മഴയും ഈ വിധത്തിലാണ് കാലാവസ്ഥാ പ്രവചന വകുപ്പ് ഇന്നലെ കളക്ടർമാരും ഉദ്യോഗസ്ഥന്മാരുമായി ഞാൻ നടത്തിയ യോഗത്തിൽ അവർ വിശദീകരിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മേഖലകളിൽ പ്രത്യേകം പരിഗണിക്കും. ഇടുക്കി ജില്ലയിലെ പീരുമേട്, മൂന്നാർ, ഏലപ്പാറ എന്നീ സ്ഥലങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. ഇടുക്കിയിലെ തന്നെ 5 സ്ഥലങ്ങളിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ 203 mm മുതൽ 311 mm വരെ ഒരു പ്രദേശത്ത് 24 മണിക്കൂറിനിടയിൽ മഴ പെയ്യുന്നു. അങ്ങനെ വരുന്ന മഴയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പക്ഷേ ഒരു മാസം വരാവുന്ന വെള്ളവും അതനുസരിച്ചുള്ള അളവുമാണ്. ഇത് ഒരേ സമയം പെയ്താൽ മണ്ണ് കുതിരും, പഴയ കെട്ടിടങ്ങൾക്ക് ആ വിധത്തിലുള്ള അതിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകും. ഈ 2 കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്. ഒന്ന് കാറ്റ്, 2 സുരക്ഷയുമായി ബന്ധപ്പെട്ടാൽ അഥവാ മഴ തുടർച്ചയായിട്ട് ഒരേ പ്രദേശങ്ങളിൽ തന്നെ പെയ്യുന്നു എന്ന പ്രശ്നം. ഈ 2 പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സുരക്ഷയ്ക്കായിരിക്കും ഇനി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ പോകുന്നത്. സംസ്ഥാനത്തെ ഡാമുകളുടെ റൂൾ കർവ് നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഇതുവരെ 16 ഡാമുകൾ തുറന്നു വിട്ടിട്ടുണ്ട്. ബാണാസുര സാഗർ, മലമ്പുഴ ഡാമുകളാണ് ഇന്ന് നീരൊഴുക്ക് വർദ്ധിപ്പിച്ചതോടെ അധിക ജലം പുറത്തേക്ക് ഒഴുക്കിവിട്ടത്. അപകട സാധ്യത കൂടുതലുള്ള ഇടുക്കി, വയനാട്, പത്തനംതിട്ട ജില്ലകളിൽ രക്ഷാപ്രവർത്തനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും അപകടം വരികയാണെങ്കിൽ സമയം നഷ്ടപ്പെടാതെ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണിത്. രാത്രികാല വിനോദസഞ്ചാരത്തിന് പൂർണ്ണമായും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.